ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചിക്കൻകാരി ലക്നവി ചിക്കൻകാരി ഹാൻഡ് വർക്കിൻ്റെ സാരിയാണ് ആദ്യമേ കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി മെറ്റീരിയലാണ്, ഫ്ലോ ആയിട്ട് കിടക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ. അതിൽ തിക്കായിട്ടുള്ള ഹാൻഡ് ചിക്കൻകാരി വർക്കാണ് സാരിയിൽ വന്നേക്കുന്നത്. അത് ഫുള്ളായിട്ട് ബോഡിയിൽ പല്ലു പോർഷനാണ് ഈ വരുന്നത്. പല്ലു പോർഷനിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ലുക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കിന് ഫുള്ളായിട്ട് നല്ല ഫ്ലവേഴ്സും അതിൻ്റെ ആ ഒരു സ്റ്റെമ്പും ഒക്കെ ആയിട്ടാണ് ഫുള്ളായിട്ട് പോയേക്കുന്നത്. ഒരു ചെറിയൊരു ബോർഡറായിട്ടുണ്ട്, സാരിയുടെ രണ്ട് സൈഡും ബോർഡറായിട്ട്. ഫ്രണ്ടിൽ പ്ലീറ്റ്സിൽ വരുമ്പോഴും ഈ ഒരു ഫുള്ള് പോർഷനിലും ഈ വർക്ക് തന്നെയാണ് വരുന്നത്. ഇതൊരു ലൈറ്റ് ആഷ് ഷെയ്ഡാണ് സാരി ഷെയ്ഡ് വന്നേക്കുന്നത്. അതിൽ വൈറ്റ് ത്രെഡ് ഇട്ട് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് വരുന്നു. കണ്ടോ, ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. നല്ല വശം ഇങ്ങനെ വരും സാരിയുടെ. ഇത് വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ്. ബ്ലൗസ് പീസ് വരുന്നത് സെയിം ഷെയ്ഡ് തന്നെ, പ്ലെയിൻ മെറ്റീരിയൽ വന്നിട്ട് അതിൻ്റെ സ്ലീവ്സ് ഫുള്ളായിട്ട്, സ്ലീവ്സ് രണ്ട് സൈഡും സ്ലീവ്സ് ഫുള്ള് വർക്കും, പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു സിംഗിൾ ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും ഇപ്പോൾ സാരിയുടെ മൊത്തമുള്ള ഒരു ലുക്ക് വരുന്നത്. ഇത് ബ്ലൗസ് പീസാണ്. ഇതിങ്ങോട്ട് ഇങ്ങനെ വരും. നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സാണ് ഇപ്പോൾ നമ്മുടെ പുതുതായിട്ട് വന്നേക്കുന്നത്, ഈ ലൈറ്റ് ആഷും. ഇനി അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ്, പ്യുവർ വൈറ്റ്. വൈറ്റൊക്കെ ഇപ്പോൾ ഒരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഫുൾ വർക്കിൽ വൈറ്റ് ഷെയ്ഡിൽ തന്നെ ഫുൾ വർക്കും വരുന്ന വൈറ്റ് സാരി. ബ്ലൗസ് പീസും സെയിം തന്നെ ഇതുപോലെ തന്നെ വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് സ്ലീവ്സിൽ ഫുള്ളായിട്ട് വർക്ക്. ഇതിപ്പോൾ ഞാൻ രണ്ട് പാളിയായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ വരും. രണ്ട് ഷെയ്ഡ്സാണ് സാരീസിൻ്റെ വന്നേക്കുന്നത്. സാരി ആഷും ഈ ഒരു വൈറ്റും. ഇനി ഇതിൻ്റെ ചുരിദാറാണ്, സ്യൂട്ട് മെറ്റീരിയലാണ് അടുത്തത് കാണിക്കുന്നത്. ആദ്യത്തെ ഷെയ്ഡ് ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഈ ആദ്യമേ കാണിക്കുന്നത്. ലൈറ്റ് ക്രീം ഷെയ്ഡ്. ഈ സാരിയെ ചെയ്ത് വെക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു സ്യൂട്ട് മെറ്റീരിയലിലും വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് തിക്കായിട്ട് വർക്ക്. എന്നിട്ട് ബാക്ക് സൈഡ്, ടോപ്പിൻ്റെ ബാക്ക് സൈഡായി വരുന്നത്. അവിടെ കൊച്ചു കൊച്ചു ഫ്ലവേഴ്സായിട്ട് വരുന്നു. റണ്ണിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിങ്ങനെ ഫുള്ളായിട്ട് കിടക്കുക. ടോപ്പുണ്ട്, ബോട്ടം ഉണ്ട്, ദുപ്പട്ടയുണ്ട്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് സ്ലീവ്സിന് വരുന്ന പോർഷനാണ്. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഇത് ബോട്ടം എന്ന് പറയുമ്പോൾ ആ ബോട്ടത്തിൻ്റെ ലോവർ സൈഡിലായിട്ടും ഈ ഹാൻഡ് വർക്ക് തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ബോട്ടത്തിൻ്റെ ബോട്ടം പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത് ദുപ്പട്ട. അതും സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് വർക്ക് കൊടുത്തേക്കുന്ന ദുപ്പട്ട. ഇങ്ങനെ വരും അതിൻ്റെ ദുപ്പട്ടയിലും രണ്ട് ബോർഡറും ബോഡിയിലൊക്കെ കൊച്ചു കൊച്ചു ഫ്ലവേഴ്സുമായിട്ട് ഈ സെയിം വർക്ക് തന്നെ വരുന്നു. ഇങ്ങനെ ഫുള്ളായിട്ട് വരുന്നതാണ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. ഇത് ലൈറ്റ് ക്രീം ഷെയ്ഡാണ്. അടുത്തത് വരുന്നത് സെയിം തന്നെ പിങ്ക് ഷെയ്ഡിൽ, ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡിൽ. മെറ്റീരിയൽ സെയിം തന്നെ, ജോർജറ്റ് മെറ്റീരിയൽ. അതിൽ ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ചിക്കൻകാരി വർക്ക്, ടോപ്പുണ്ട്, ബോട്ടം ഉണ്ട്, ദുപ്പട്ടയുണ്ട്. അങ്ങനെ ഫുൾ സെറ്റായിട്ട് വരുന്ന സെറ്റാണ് ഇത്. ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഒള്ളി ടോപ്പ് ആൻഡ് ദുപ്പട്ട, ബോട്ടം ഇല്ല ഇതിന്. ഈ ഒരു ഷെയ്ഡ് വരുമ്പോഴത്തേക്കിന് ടോപ്പ് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇതുപോലെ തന്നെ വർക്കും, ദുപ്പട്ടയും സെയിം ആയിട്ട് തന്നെ വർക്ക്. ബോട്ടം ഇതിന് കൊടുത്തിട്ടില്ല. ഒന്നുകിൽ നമുക്ക് വൈറ്റ് ബോട്ടം യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഗ്രീൻ തന്നെ. അപ്പം ഈ ഒരു മെറ്റീരിയലിൽ ബോട്ടം ഇല്ലാതെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും സെറ്റ്സ്, ഈ ഒരു ടൈപ്പ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്